സമാനതകളില്ലാത്ത വികസന പ്രവർത്തനവും ക്ഷേമപ്രവർത്തനവും നടത്തിയ രണ്ടാം പിണറായി സർക്കാരിനെ ജനം ഇരുകൈയും നീട്ടി സ്വീകരിച്ചെന്ന് CPM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ്. വയനാട് നേരിടുന്ന വികസന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ സർക്കാർ പ്രഥമ പരിഗണന നൽകി. ദുരന്ത മേഖലയിലെ ജനങ്ങളെ ചേർത്ത് നിർത്തിയ സർക്കാരെന്നും കെ റഫീഖ് പറഞ്ഞു. പൊതുവികസന രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റാണ്. അപ്പോൾ ആ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? വയനാടിന് അതുവഴി ലഭിച്ച നേട്ടങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, സർവ്വതല സ്പർശിയായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ക്ഷേമ പദ്ധതികൾ ഏറ്റവും പ്രധാനമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ആശ്വാസം പകരുക എന്ന നിലയിൽ ക്ഷേമ പദ്ധതികൾ ഒരു ഭാഗത്ത് നടപ്പിലാക്കുമ്പോൾ തന്നെ പുതിയ തലമുറയെ കണ്ടുകൊണ്ടുള്ള നവകേരള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ഇവിടെ തൊഴിലവസരങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിച്ചുകൊണ്ടുള്ള ലോകത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ അനുഭവമായി നിലനിൽക്കുകയാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഗവൺമെന്റ് ആ നിലയിൽ ഇടപെടുന്നു എന്നത് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം വയനാടിൻ്റെ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും മുന്നോട്ട് പോയിരിക്കുന്നു. തുരങ്കപാത യാഥാർത്ഥ്യമായ നിലയിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി എല്ലാ തടസ്സങ്ങളെയും നീക്കിക്കൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. റോപ്പ് വേ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നിലയിൽ പോകുന്നു. ടൂറിസം വികസനത്തിന് ആവശ്യമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നു. അതോടൊപ്പം തന്നെ വയനാടിൻ്റെ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റിന് സാധ്യമായ പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്രത്തോട് നിരവധിയായ ആവശ്യങ്ങൾ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമ്മൾ ആവശ്യപ്പെട്ടു. 1000 കോടിയുടെ ഒരു പദ്ധതി ആദ്യം ആവശ്യപ്പെട്ടു, പിന്നീട് 620 കോടിയുടെ പദ്ധതി ആവശ്യപ്പെട്ടു. ഇതിലൊന്നും നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നില്ല. എന്നാൽ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് വന്യമൃഗശല്യം പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ ഓരോ മേഖല, ഇപ്പം വയനാടിൻ്റെ മെഡിക്കൽ കോളേജ് എന്നത് എത്രയോ കാലത്തെ നമ്മുടെ ഒരു ആവശ്യമായിരുന്നു. എന്നാൽ ആ മെഡിക്കൽ കോളേജ് ഇപ്പോൾ മാനന്തവാടിയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. അതിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ വയനാടിൻ്റെ വിവിധ മേഖല റോഡുകൾ എടുത്താൽ എല്ലാ റോഡുകളും വികസനത്തിലേക്ക് വന്നിരിക്കുന്നു. ഗതാഗത യോഗ്യമായ റോഡുകളായി, ഏറ്റവും ഹൈടെക് മാതൃകയിലുള്ള റോഡുകളായി PWD റോഡുകളെല്ലാം വയനാട് ജില്ലയിൽ മാറിയിരിക്കുന്നു. പാലം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു. അങ്ങനെ ഏത് മേഖല നിങ്ങൾ പരിശോധിച്ചാലും ആ മേഖലയിലെല്ലാം വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഗവൺമെന്റ് എത്രമാത്രം കരുതലാണ് വയനാടിനോടും കേരളത്തിലെ പൊതുവായും നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വയനാടിൻ്റെ ദുരന്തബാധിത മേഖലയിൽ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഇടപെടൽ. ദുരന്തമുണ്ടായ ആ ഘട്ടം മുതൽ ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള പൂർണ്ണമായിട്ടുള്ള പുനരധിവാസം വരെയുള്ള പ്രവർത്തനങ്ങളിൽ വലിയ ഇടപെടലാണ് നടത്തുന്നത്. കേരളത്തോട് കേന്ദ്രം ആ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് നമ്മുടെ മുമ്പിലുണ്ട്. പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുകയും പ്രധാനമന്ത്രി വന്നുകൊണ്ട് വലിയ രൂപത്തിലുള്ള വാക്കുകൾ നൽകിയെങ്കിൽ പ്രധാനമന്ത്രി എടുത്ത കുഞ്ഞ് നൈസമോൾ എന്ന് പറയുന്നൊരു മോളെയാണ് എടുത്തത്. ആ നൈസമോളയുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ നൈസമോളെ പോലെയുള്ള ദുരിതം അനുഭവിച്ച കുടുംബങ്ങൾക്ക് ഒരു നയാ പൈസ പോലും നൽകാൻ കേന്ദ്രം തയ്യാറാവാതിരുന്ന ഘട്ടത്തിൽ പോലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ഇവിടെ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കുന്ന നിലയിലേക്ക് പോകുന്നു. മാനേജ്മെന്റ് കൊണ്ടുവന്ന തടസ്സവാദങ്ങളെയെല്ലാം കോടതിയിൽ ഇടപെട്ടുകൊണ്ട് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും അവരുടെ വാദം തള്ളിയിരിക്കുന്നു, മാനേജ്മെന്റ് വാദം തള്ളിയിരിക്കുന്നു. അപ്പോൾ ആ നിലയിൽ ഏറ്റവും ഗൗരവമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കുന്ന നിലയിലേക്ക് പോകുന്നു. വളരെ പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കുന്നു. ദുരന്തബാധിതരെ എത്രമാത്രം ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് പോകുന്നത് എന്നത് തന്നെ ജനങ്ങളോട് എത്രമാത്രം ഈ ഗവൺമെന്റ് ചേർന്ന് നിൽക്കുന്നു എന്നതിന് തെളിവാണ്. ആ നിലയിൽ എല്ലാ മേഖലയിലും ഗവൺമെന്റ് വളരെ കൃത്യമായി ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ വാർഷികാഘോഷ പരിപാടിയും വളരെ ആഘോഷപൂർവ്വം ജനങ്ങൾ ഏറ്റെടുക്കാൻ കാരണം തീർച്ചയായും ഗവൺമെന്റ് ഞങ്ങളോടൊപ്പമുണ്ട് എന്ന ഫീൽ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ്. ആ നിലയിലാണ് ഞങ്ങളതിനെ കാണുന്നത്.